ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റാഫോഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മെറ്റാഫോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് റിയൽ ലൈഫിൽ കണക്ട് ചെയ്യുന്നൊരു എക്സാമ്പിളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യമായിട്ട് നമുക്കറിയാം, ഈ മണി ട്രാൻസാക്ഷൻ, അതായത് നമ്മളുടെ കയ്യിലുള്ള പൈസ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് മണി ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ മുൻപൊക്കെ നമ്മൾ ചെയ്ത രീതി എന്തായിരുന്നു? എന്തെങ്കിലും കുറച്ച് പൈസ നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് ബാങ്കിലൂടെ നമ്മൾ ഒരു ഓർഡിനറി ട്രാൻസാക്ഷൻ മാത്രമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ചെക്കിലൂടെ നടത്തുന്നൊരു പരിപാടിയായിരുന്നു. അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ടായിരുന്നു പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്തായി? ഓൺലൈനിലേക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺവേർട്ടായി, അല്ലേ? അതിൻ്റെ കൂടെ മാറിയൊരു കാര്യം കൂടെ തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഓൺലൈനിലൂടെ പേ ചെയ്യുന്ന, ഓൺലൈനിലൂടെ പൈസ അടക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറി വന്നു. ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ മാറാൻ കാരണക്കാരായിട്ടുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് നമ്മുടെ ഗൂഗിൾ പേ, അതേപോലെ തന്നെ ഫോൺ പേ, പേടിഎം, ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻസുകൾ. ഇത് കൂടുതലായിട്ട് വന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സകല ട്രാൻസാക്ഷനും ഈ പ്ലാറ്റ്ഫോംസിലൂടെ മാത്രമാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈവൻ നമ്മളൊരു ചെറിയ പൈസയുടെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമ്മൾ അവിടെ ചോദിക്കുന്ന കാര്യം എന്താണ്? ഗൂഗിൾ പേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടോ, എങ്കിൽ അയച്ചു തരാമെന്നുള്ള രീതിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2017 ഈ ഗൂഗിൾ പേ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നില്ല. പലരും അതിനെ റിജക്റ്റ് ചെയ്തതായിരുന്നു. ഇതെനിക്ക് പറ്റില്ല, അതൊരു സ്കാമാണ്, അല്ലെങ്കിൽ എൻ്റെ പൈസ പോകുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്, എവിടെയും ഗൂഗിൾ പേ പോലത്തെ ഈ ഓൺലൈൻ മണി ട്രാൻസാക്ഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ആധിപത്യമാണ്. നിങ്ങൾ നോക്കി, ഏത് പെട്ടിപ്പിടിയിലായാലും എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും അവിടെയൊക്കെ നമുക്കൊരു UPI ട്രാൻസാക്ഷൻ, ഒരു സ്കാനർ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. കാരണം അത്രമാത്രം ആളുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് മാറി. അതായത് ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ ഗൂഗിൾ പേ പോലത്തെ മണി ട്രാൻസാക്ഷൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംവിധാനമാക്കി കമ്പനി മാറ്റിയെടുത്ത്. നമുക്ക് അങ്ങനെ വേണം അതിനെ ചിന്തിക്കാൻ. അപ്പോൾ അതിനവർ യൂസ് ചെയ്തൊരു സ്ട്രാറ്റജി എന്തായിരുന്നു? കൂടുതൽ ആളുകളെ കൊണ്ട് ആദ്യഘട്ടത്തിൽ ഇത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അവരൊരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് സംവിധാനം കൊണ്ടുവന്നു. എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്? ഒരു ഇൻവിറ്റേഷൻ ലിങ്ക് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. ഞാനിപ്പോൾ ഒരാൾക്ക് ഈ ഒരു ഗൂഗിൾ പേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ കമ്പനി കമ്മീഷനായിട്ട് ഒരു 201 രൂപ തരുവാണ്. അപ്പോൾ എനിക്ക് ആ ഒരു 201 രൂപ അവരുടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമ്പം ഫ്രീ ആയിട്ട് കിട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഞാൻ സ്പ്രെഡ് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് എന്താണ്, എനിക്കൊരു 201 രൂപ കിട്ടും. പക്ഷേ ഞാനത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ പാസീവായിട്ട് ഗ്രോ ചെയ്തത് ആരാണ്? ഗൂഗിൾ പേ ആണ്. ക്ലിയർ? അപ്പം ഇവിടെ ഗൂഗിൾ പേൻ്റെ കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രോജക്റ്റായിട്ട് മാറും എന്നുള്ളത് ഗൂഗിൾ പേക്ക് അറിയാം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് അതിനൊരു മാർക്കറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. ഒരു ഉദാഹരണത്തിന് എങ്ങനെ അവരുടെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് സിസ്റ്റം വർക്കൗട്ട് ആവുന്നുള്ള കാര്യം ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാവും. ഇപ്പോൾ അതിൽ പല ആളുകളും പലരെയും പരിചയപ്പെടുത്തിയിട്ട് ഈ ഒരു ഗൂഗിൾ പേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഗൂഗിൾ പേ അവരിലേക്കൊക്കെ 201 രൂപ കമ്മീഷൻസ് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന ഈ ഒരു സെൻട്രലൈസ്ഡ് അഫിലിയേറ്റഡ് സിസ്റ്റം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഗ്രാജുവലി എന്ത് ചെയ്യാണ്, ഈ ഒരു കമ്പനീനെ അവരിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഗൂഗിൾ പേ ഒരിക്കലും ഡയറക്റ്റ് അതിലേക്ക് ഇൻവോൾവ് ആവുന്നുമില്ല. കമ്മ്യൂണിറ്റി ആളുകളിലൂടെ തന്നെ ഡെവലപ്പ് ചെയ്ത് തന്നെ വരികയാണ്. എന്നിട്ട് അതൊരു മനുഷ്യൻ്റെ ആവശ്യമുള്ളൊരു അടിസ്ഥാന സംഭവമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തോട് കൂടിയിട്ട് പിന്നീട് അവർ ഗൂഗിൾ പേയിൽ അനവധി പ്രോജക്റ്റുകൾ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു. നമുക്ക് ഓൺലൈനായിട്ട് ബിൽ പേ ചെയ്യാനും മറ്റു ട്രാൻസാക്ഷൻസും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പല ആവശ്യങ്ങൾക്ക് KCB ബില്ലെടുക്കാൻ, ഇങ്ങനെ ഈ ട്രാൻസാക്ഷൻ എന്നുള്ളൊരു ബേസിക് കാര്യം വെച്ചുകൊണ്ട് പല മേഖലകളിലേക്ക് അവർ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഇതെല്ലാം ഗൂഗിൾ പേയുടെ പ്രോജക്റ്റുകളാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരേ ബേസിക് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോയ പ്രോജക്റ്റുകൾ. ഒരു ബേസിക് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ തന്നെയാണ്, പക്ഷേ അതിനെ പല മേഖലകളിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അത് ഒരു അടിസ്ഥാന ആവശ്യമാക്കി മാറ്റിയെടുത്തു. നമുക്കൊരിക്കലും അതിന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറി.
ഇതുപോലെ ഡിജിറ്റൽ മേഖലകളിലും ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് ഗൂഗിൾ പേ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളൊരു ക്ലാസ് അല്ലെങ്കിൽ ഒരു വീഡിയോ വിർച്വൽ ക്ലാസ് റൂം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൂം പോലത്തെ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലത്തെ ആപ്ലിക്കേഷൻസിൻ്റെ സൗകര്യം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ ഡിജിറ്റലി ചെയ്തെടുക്കാനൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനൊരു അഡ്വാൻസ്ഡ് വേർഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ ഇപ്പം വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുള്ള ആളുകൾക്ക് അവരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അവരൊരു സ്ഥലത്തേക്ക് ഒന്നിച്ച് കൂടുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. പക്ഷേ ഇവർക്ക് ഒരു വിർച്വൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവരുടെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മെറ്റാവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. മെറ്റാവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു അവതാർ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതിരൂപം നമുക്ക് പകരമായിക്കൊണ്ട് നമ്മുടെ മീറ്റിംഗ്സിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മളായിട്ട് റിലേറ്റഡുള്ള ബിസിനസ് പ്രോജക്റ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ടൊരു ഇൻകം ജനറേറ്റ് ചെയ്തിട്ടൊരു സംവിധാനം ഡിജിറ്റലി നമുക്ക് പോസിബിളാക്കി തരാണ് ആക്ച്വലി ഈ ഒരു മെറ്റാവേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആയിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഈ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വലിയൊരു എക്കോസിസ്റ്റം തന്നെയാണ് നമ്മുടെ ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു കോർ പ്രോസസ്സായിട്ട് കാണുന്നത് മെറ്റാവേഴ്സിനെയാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു വിർച്വൽ വേൾഡിൽ നമുക്ക് ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക, അവിടെ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു തോട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ചിന്തിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും. പക്ഷെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗൂഗിൾ പേയിലേക്ക് എത്തിയൊരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ചിന്തിക്കാനും പറ്റിയിട്ടില്ല ഇത്രയും പെട്ടെന്ന് നമുക്ക് പൈസകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട്. പക്ഷെ പിന്നീട് നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ആയിട്ട് മാറി. അതിനുള്ള കാരണം എന്താണ്? കൂടുതൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു പോകാം, കൂടുതൽ ഉപഭോക്താക്കൾക്ക് അവരുടെ സൗകര്യങ്ങൾ കൂടി വന്നു ഈ ഒരു ഗൂഗിൾ പേ വന്നതോട് കൂടിയിട്ട്. അപ്പോൾ അവർ മറ്റുള്ളവർക്കും കൺവിൻസ് ചെയ്തിട്ട് ഈ സൗകര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ചേർന്ന് കൂടുതൽ ആളുകൾ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറി. അതേപോലെ തന്നെയാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ 2030 കൂടിയിട്ട് വലിയൊരു ദീർഘവീക്ഷണത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ടെക്നോളജി യുഗത്തിൽ. അപ്പോൾ അതിലേക്കൊക്കെ ഇനി നമ്മുടെ ബിസിനസ് മാറുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഏർലി സ്റ്റേജിൽ കയറിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബിറ്റ് കോയിൻ എന്നുള്ള ഒരു ക്രിപ്റ്റോ കറൻസി 2010 ആരംഭിക്കുമ്പോൾ ₹2.85. പക്ഷെ അന്ന് അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ സ്കാം ആയിട്ട് കണക്കാക്കി. പക്ഷെ പിന്നീട് 2024 എത്തിയപ്പോൾ 50 ലക്ഷം ക്രോസ് ചെയ്ത ബിറ്റ് കോയിൻ്റെ വാല്യൂ കയറിപ്പോയത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത നിരാശപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉണ്ട്. ഏർലി സ്റ്റേജിൽ നമ്മൾ കയറി നിന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകൾ, ആ ഒരു ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൃത്യമായിട്ട് നമ്മൾ എന്തായാലും ഒരു മുന്നേ കാര്യങ്ങൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, ചിന്തിക്കുക, ചെയ്യുക എന്നുള്ളൊരു രീതി നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റുകയുള്ളൂ. സോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്, മെറ്റാഫോഴ്സ് എന്നുള്ള ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അതിലുള്ള ബെനിഫിറ്റ്സിന് ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. കാരണം കൃത്യമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇനി നമ്മളുടെ വരാൻ പോകുന്ന ഭാവി യുഗത്തിൽ നമുക്കത് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തത് നമുക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ ഒരു സ്പിൽ ഓവർ രീതിയിലുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്താണ് സ്പിൽ ഓവർ ഇൻകം കാര്യങ്ങളൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തൊരു കൈൻഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓട്ടോ അപ്ഗ്രേഡിങ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ഹയർ ലെവൽ ഓഫ് പ്രോഫിറ്റിലേക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതുപോലെ നാലാമതായിട്ട് നമുക്കൊരു ലോയാലിറ്റി ക്യാഷ് ബാക്ക് റിട്ടേൺ ഇതിൻ്റെ ഒരു യൂട്ടിലിറ്റി ടോക്കൺ ആയിട്ടുള്ള TR ടോക്കണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ടാക്ടിക്കൽസ് ലെവൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൂടെ കിട്ടുന്ന TR ടോക്കൺസുകളുണ്ട്. ഓക്കെ, ഓട്ടോ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് എടുക്കുന്ന ലെവൽസിന് ഈക്വലൻ്റ് ആയിട്ട്. അതിന് ഒരു ലോയാലിറ്റി റിട്ടേൺ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു പ്രോജക്റ്റിലൂടെ കിട്ടുന്നതായിരിക്കും. അഞ്ചാമതായിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഹൈ പൊട്ടൻഷ്യൽ ഗെയിൻ റിട്ടേൺ തരുന്ന ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ഫോഴ്സ് കോയിൻ ആണ് ഇതിനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു ഏണിങ്ങും കാര്യങ്ങളൊക്കെ
ഓക്കെ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു മൈനിങ്ങും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഇൻകം ഓഫ് സോഴ്സ് ഈ ഒരു പ്രോജക്റ്റിലുള്ളത്. ഇതിനുശേഷം അടുത്തതായിട്ട് വരുന്ന മറ്റൊന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലോട്ട് കിട്ടുന്നത് NFT റോയാലിറ്റി റിട്ടേൺസ് ആണ്. അതായത് മെറ്റാഫോഴ്സിൽ നമ്മളൊരു യുണീക്ക് ഓണർഷിപ്പോട് കൂടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു പീരിയോഡിക് സമയത്ത് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ബോണസായിട്ട് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കും. എന്താണ് NFT എന്നും അതുപോലെ തന്നെ NFT റോയാലിറ്റി റിട്ടേൺ എന്താണെന്നുള്ളത് നമ്മളിതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മെറ്റാഫോഴ്സിൻ്റെ എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു വേ ഓഫ് ഇൻകം ആണ് ഈ NFT റോയാലിറ്റി ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളൊരു ആക്റ്റീവ് യൂസർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു NFT ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ട്രേഡിങ്ങിലൊക്കെ താല്പര്യമുള്ള വ്യക്തികൾക്ക് നമ്മുടെ ഈ മെറ്റാഫോഴ്സിലുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ഫോഴ്സ് കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. ഓൺ എക്സ്ചേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ഡെക്സിലാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡിലൂടെയാണ് നമ്മുടെ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ട്രേഡിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ രീതിയിലെല്ലാം നമുക്കിവിടെ ഇൻകംസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴത്തെ മെറ്റാഫോഴ്സിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇനിയും പല തരത്തിലുള്ള ഇൻകം ജനറേഷൻ ഓപ്പർച്യൂണിറ്റീസാണ് മെറ്റാഫോഴ്സ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകളിലൂടെയൊക്കെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മേഖലകളിലുള്ള ഇൻകംസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളുടെ ഫ്യൂച്ചറിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അവസരം എന്ന് പറഞ്ഞത്. സോ അത് കണ്ടറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലുള്ള ഓരോ കാര്യങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഓരോ ബിസിനസ്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇൻകംസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ. സോ ആ രീതിയിലെല്ലാം നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാവുക വേണം. അതിന് നിങ്ങൾക്കൊരു ജോയിനിങ് ലിങ്ക് ആവശ്യമാണ്. ഓക്കെ, ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ജോയിനിങ് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാവാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു ലിങ്കിലൂടെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് വലിയ രീതിയിലേക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഒരു കാര്യം. ഇനി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ലിങ്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫസ്റ്റിൽ പ്രോജക്റ്റ് ആയിട്ടുള്ള ടാക്റ്റൈലിലാണ്. ടാക്റ്റൈൽ എന്നുള്ള ഈ ഒരു പ്രോജക്റ്റിലാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 900% വരെ പ്രോഫിറ്റ് തരുന്ന ഒരു പ്രോഗ്രാമാണ് ടാക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പ്ലാന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റും. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ്സ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവാം. ഒരു കാര്യം കൂടെ പ്രത്യേകം പറയട്ടെ, നമ്മൾക്ക് ഈ ഒരു എൻ്റയർ എക്കോസിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പൈസയുടെ ആവശ്യമില്ല. വളരെ നെഗ്ലിജിബിൾ എമൗണ്ട് ആയിട്ടുള്ള പോളിഗൺ മാറ്റിക് എന്നിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഗ്യാസ് ഫീ മാത്രമേ നമുക്ക് കൊടുക്കാനുള്ളൂ. പക്ഷേ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. നമുക്ക് കംഫേർട്ടായിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു സർവീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അവിടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഫണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ കറൻസി അല്ല, മറിച്ച് ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡായി ആണ്. ഈ ഡായിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു സ്റ്റേബിൾ കോയിനാണ്. ഡോളറിൻ്റെ വാല്യൂ എന്താണോ അതേ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ആണ് ആക്ച്വലി ഈ ഡായി എന്ന് പറയുന്നത്.
ഈ ഡായ് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കോയിനാണ്. സോ നമ്മൾ ഇവിടെ ബൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ കളക്ട് ചെയ്യേണ്ടത് ഡായ് എന്നുള്ള ഈ ഒരു സ്റ്റേബിൾ കോയിനാണ്. നമ്മളുടെ സർവീസ് അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സിസ്റ്റം ലെവൽ ഏതാണോ, അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്താണോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡായ് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആവേണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നമുക്ക് ഈ ഒരു മെറ്റാഫോഴ്സ് എന്നുള്ള എക്കോ സിസ്റ്റത്തിലേക്ക് കയറി നിൽക്കാനും നമുക്ക് ഒരു രൂപയുടെ പോലും ചിലവ് വരുന്നില്ല. ഓക്കെ, ഐ മീൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് നമുക്ക് ഒന്നും ഇവിടെ വരുന്നില്ല. മറിച്ച് നമുക്ക് ഈ ഒരു സർവീസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ്റെ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ളൊരു ഫീ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, വളരെ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട്. ഓക്കെ, ഗ്യാസ് ഫീ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റിയ ബ്ലോക്ക് ചെയിനിലൂടെ റൺ ചെയ്യുന്ന പ്രോജക്റ്റുകളാകുമ്പോൾ ബ്ലോക്ക് ചെയിൻ ഫീസ് വരും. ഇവിടെ പോളിഗൺ എന്നുള്ളൊരു ബ്ലോക്ക് ചെയിനാണ് യൂസ് ചെയ്യുന്നത്. ഈ പോളിഗണിൻ്റെ കോയിന് തന്നെ വാരിയബിൾ എമൗണ്ടാണ് വരുന്നത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $0.43 ഏതാണ്ട് ഒരു 10-30 രൂപയുടെ അടുത്ത് വാല്യൂ ഇന്ന് ഈ ഒരു ബ്ലോക്ക് ചെയിൻ വരുന്നുള്ളൂ. അതിൻ്റെ തന്നെ 10% മാത്രമാണ് ആക്ച്വലി ഇതിൻ്റെ ഗ്യാസ് ഫീ ആയിട്ട് അവർ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, സിസ്റ്റത്തിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ടാണ് നമുക്ക് ഈ ഒരു എക്കോ സിസ്റ്റത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വരുമ്പം നമുക്ക് ഏതാണോ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, ആ ഒരു എമൗണ്ട് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഇൻവോൾവ് ആവും. ആ എമൗണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഡായ് എന്നുള്ള സ്റ്റേബിൾ കോയിനിലായിരിക്കുന്നത് മാത്രം. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റാഫോഴ്സിൻ്റെ ഒരു ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു മെറ്റാഫോഴ്സിൻ്റെ ടാക്റ്റിൽ പ്രോഗ്രാമിനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ അടുത്ത സെക്ഷനിലൂടെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെറ്റാഫോഴ്സ് എന്നുള്ളതൊരു അടിപൊളി പ്രൊജക്റ്റാണ്. ക്ലിയർ? സോ ചിന്തിക്കുക, ആവശ്യമാണെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. താങ്ക് യു.